ഓണത്തിന് നമുക്കൊരു സ്പെഷ്യൽ പായസം റെഡിയാക്കി എടുക്കാം. ഈ ഒരു രുചിയിൽ നിങ്ങൾ ഇതുവരെ പായസം കുടിച്ച് കാണില്ല. അപ്പോൾ ഇതിൻ്റെ പേരാണ് കോഫി നട്ട് പായസം. കോഫിയും നട്ട്സൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പായസമാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കൂടെ വരുന്ന ആ ബെൽ ബട്ടണിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന ഇതുപോലത്തെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പായസം റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് ചവ്വരി വേവിച്ചെടുക്കണം. അപ്പോൾ ചവ്വരി ഞാനൊരു 50 ഗ്രാം എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചവ്വരി വേവിക്കാനായിട്ട് വെള്ളം എടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ എടുക്കണം, അല്ലെങ്കിൽ ഒട്ടി പിടിക്കും പെട്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു 75% വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിൽ ഊറ്റിയിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പശയൊന്നും ഒട്ടുമില്ലാതെ നല്ല മണി പോലെ കിട്ടും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3/4 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ലിറ്ററും പിന്നെ ഒരു 1/4 ലിറ്ററും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് നന്നായിട്ട് തിളക്കാനായിട്ട് അനുവദിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 4 പേർക്ക് കഴിക്കാനുള്ള പായസമാണ് റെഡിയാക്കുന്നത്. നിങ്ങൾ കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കൂടുതൽ അളവിൽ പാലെടുക്കണം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വേവാനുണ്ട് ഈ ചവ്വരി. അപ്പോൾ ബാക്കി ഈ പാല് കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ. ഈ പാല് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് അടിപിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ പായസത്തിലേക്ക് ആവശ്യമുള്ള ഒരു ക്യാപ്പച്ചിനോ റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു 5 രൂപയുടെ ബ്രൂ കോഫിയുടെ പാക്കറ്റാണ് ഇടുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയിരിക്കണം കേട്ടോ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഇളം ചൂടുള്ള 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകരുത്, ഇങ്ങനെ അളന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ക്യാപ്പച്ചീനോ. ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നമുക്ക് വേറെ ഒരു എക്യുപ്മെൻറ്റ്സും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ക്യാപ്പച്ചീനോ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടത് അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. പായസത്തിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്നൊന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിക്നെസ് ഒന്ന് കുറച്ചത്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ആവശ്യം വരില്ല കേട്ടോ. നമുക്ക് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ഒഴിച്ചാൽ ചിലപ്പോൾ ഒരു കയ്പ്പ് ചൊവ ഉണ്ടാവും പായസത്തിന്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചവ്വരിയും പാലിൻ്റെയും മിക്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതായത് ഇതൊരു 250 ഗ്രാം കാണും. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മളിനി പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എന്തിനാണ് വെറുതെ നമുക്ക് കെമിക്കൽസൊക്കെ ചേർന്നത് വാങ്ങിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്. ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നമ്മളിപ്പോൾ സാധാരണ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് തിക്നെസ് ആയിട്ട് കട്ടിയായിട്ടിരിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ. പക്ഷേ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചൂടോടുകൂടി തന്നെ എടുത്തിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു മിനിറ്റോളം നന്നായിട്ട് അടിച്ചെടുത്ത് നോക്കൂ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിലും ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾക്ക് ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാപ്പച്ചീനോ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കളറൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ കോഫിയുടെ മിക്സ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇടരുത് കേട്ടോ. ഒരുപാട് ഇട്ടാൽ കയ്പ്പ് ചൊവ ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ശ്രദ്ധിക്കാനായിട്ട് വീണ്ടും പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏലക്കാപ്പൊടി ഇടുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ഷമിച്ചേക്കണം. അടുത്തതായിട്ട് നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കണം. നമ്മൾ കോഫി നട്ട് പായസമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ കോഫി ചേർത്തു, ഇനി നട്ട്സും കൂടി ചേർക്കണം. അപ്പോൾ അതിനായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഇതിലേക്കൊന്ന് കാരമലൈസ് ആകുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ഒരുപാട് ബ്രൗൺ കളറിലാവണ്ട. അപ്പോൾ ഒരു കയ്പ്പ് ചൊവ ഉണ്ടാവും. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ഇതുപോലെ എടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം.
അത് അമ്മിക്കല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ നന്നായിട്ട് പൊടിഞ്ഞ് വരും. ഇപ്പോൾ അതുപോലെ തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്ത നട്ട്സാണ് കേട്ടോ ഇത്. നമുക്കിനി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചവ്വരി മാത്രമല്ല ചേർത്തിട്ടുള്ളൂ, അപ്പോൾ ഒന്ന് കടിക്കാനായിട്ട് കിട്ടാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് സേമിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഒരു കോഫിയുടെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കശുവണ്ടിയും കിസ്മസും കൂടി നെയ്യിലൊന്ന് വറുത്തെടുക്കണം. ആ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിലേ പായസം പൂർത്തിയാവുള്ളൂ. അപ്പോൾ നെയ്യിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോഴാണ് പായസത്തിന് കറക്റ്റ് ടേസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മസും കൂടി വറുത്തിട്ട് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ക്യാപ്പച്ചിനോ കഴിച്ച് കാണും, നോർമൽ കോഫി കഴിച്ച് കാണും. അപ്പോൾ ഇതിനേക്കാളൊക്കെ വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. കോഫിയുടെ ടേസ്റ്റ് കൊണ്ട് അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. പാലടയൊക്കെ പോലെ തന്നെ ഒരു ടേസ്റ്റ് വരുന്നൊരു പായസമാണിത്. അപ്പോൾ കാഷ്യൂനട്ടും കിസ്മസൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് ഈ ഒരു കാഷ്യൂനട്ടും കിസ്മസും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യേപ്പാടി തന്നെ ഒഴിച്ച് കൊടുക്കാം, കാരണം നമ്മൾ വേറെ നെയ്യൊന്നും ഈ പായസത്തിൽ യൂസ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഈ ഒരു വറവിടാൻ മാത്രമേ ഈ നെയ്യ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കോഫി നട്ട് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതു രുചിയിൽ നിങ്ങൾ ഈ ഓണത്തിന് എന്തായാലും ഒന്ന് ഈ പായസം ട്രൈ ചെയ്ത് നോക്കില്ലേ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെ ബൈ. താങ്ക് യു.